എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. സലാർ സീസ് ഫയർ. സീസ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടി നിർത്തൽ എന്നുള്ളതല്ലേ. എന്നാൽ ഇവിടെ വെടി തുടങ്ങുക കേട്ടോ. വെടി ഇവിടുന്ന് പട്ട എന്ന് പറഞ്ഞ് പൊട്ടിക്കും. കാരണം അത്ര കലിപ്പിലിരിക്കുകയാണ്. എന്താ കുട്ടാ നിനക്ക് ഇത്ര കലിപ്പാവാൻ കാരണം? സിനിമ കണ്ടിട്ടേ നിറഞ്ഞതാ, മനസ്സ് നിറഞ്ഞതാ. എന്തായാലും സിനിമയുടെ റിവ്യൂയിലേക്ക് വരാം. അതായത് ഒരു ആന, മതം പൊട്ടി നിൽക്കുന്ന ഒരു ആന. ആ ആനയെ നമ്മളിങ്ങനെ ഒരു തോട്ടി കൊണ്ടാണല്ലോ നിർത്തുന്നത്. ഒരു പാപ്പാൻ, ആ പാപ്പാൻ്റെ കയ്യിലുള്ളൊരു തോട്ടി. ആ തോട്ടി എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ പാപ്പാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. പാപ്പാൻ പിന്നെയും ചെയ്യുന്നുണ്ടോ? പക്ഷേ ഈ തോട്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഈ തോട്ടിയായിട്ട് നമ്മുടെ പൃഥ്വിരാജ് നിൽക്കുന്നു. ഈ ഇടഞ്ഞ ആനയായിട്ട് നമ്മുടെ പ്രഭാസും. ആദ്യം തന്നെ ഇത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതായത് പൃഥ്വിരാജിനെ അവിടെ കൊണ്ടുപോയിട്ട് സൈഡാക്കി വെറുതെ. ഇത് ശരിക്കും ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ സുഖിപ്പിച്ച് പറഞ്ഞ എന്തിനാണെന്നറിയോ? സിനിമയിൽ കൊടുത്തില്ല, ഇൻ്റർവ്യൂവിലെങ്കിലും ഇരുന്നോട്ടെ എഴുതിയിട്ടാണ്. സത്യമായിട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് അത് ഒരു ഫീല് തോന്നും കേട്ടോ. കാരണം നമ്മൾ ഭയങ്കര പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന, ശരിക്കും സിനിമ തുടങ്ങി കഴിഞ്ഞിട്ട് പൃഥ്വിരാജിനെ കാണിക്കുമ്പോൾ പൃഥ്വിരാജിന്റെ ഡയലോഗ് വരുമ്പോഴാണ് വാ എന്ന് പറഞ്ഞാൽ അറിയാണ്ട് വന്നു പോകുന്നത്. എപ്പോഴാ? ഇന്റർവെല്ലിന്റെ സമയത്ത്, ഇന്റർവെല്ലിന്റെ തൊട്ട് മുന്നേ. അതുവരെ പൃഥ്വിരാജ് ഇല്ല, അതുവരെ ഒന്നുമില്ല. എന്താണെങ്കിലും എന്താ പറയാ, അതിനു മുൻപ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, കൊട്ടക്കണക്കിന് തന്നിട്ടുണ്ടല്ലോ. അതായത് മറ്റുള്ള കഥാപാത്രങ്ങൾ, വാ എൻ്റെ അമ്മച്ചി, അയ്യോ, അതായത് ഇങ്ങനെ പേടിച്ച് വിറച്ച്, അതായത് ഒരാളെ കാണുമ്പോൾ വെറുതെ നിൽക്കുന്നുള്ളൂ, ഒന്നും ചെയ്യുന്നില്ല. അതിനു മുൻപ് തന്നെ പേടിച്ച് വിറച്ച് എല്ലാം ഇങ്ങനെ. ഇപ്പം KGF നമ്മളിത് കണ്ടതാണ്, അതായത് ഈ ബിൽഡപ്പ് കൊടുക്കുന്ന ഈ ഒരു സംഭവം. പക്ഷേ അത് KGF 1 നമുക്ക് റോക്കി ബായ് അത്രയും വലിയ സംഭവമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് അറിയില്ലല്ലോ സലാറിനെ, ദേവ, ഇവരൊന്നും ശരിക്കും അറിയില്ല. ഈ സിനിമയിൽ നമുക്കത് കാണിച്ചു തരണം, എന്നിട്ട് ആ കഥാപാത്രങ്ങൾ പേടിക്കണം അല്ലേ? കാണിച്ചു തരുന്നുണ്ട്, പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നുകയല്ല. അതാണ്. പിന്നെ ഫ്ലാഷ് ബാക്കിലൂടെയാണ് കാണിച്ചു തരുന്നത് ഹാഫ് ടൈമിന് ശേഷം. എന്നിട്ട് ആ കഥാപാത്രങ്ങൾ പേടിക്കാനുള്ളത് മുതലുണ്ടോ? അതുമില്ല. എന്തിനു? അത് പോട്ടെ, പൃഥ്വിരാജ് ഈ ആളെ കൊണ്ടുവരുന്നുണ്ടല്ലോ, ദേവ എന്ന് പറഞ്ഞ കഥാപാത്രം. എന്നിട്ട് അതായത് ഒരു വലിയ ആർമിക്കെതിരെ ഒരൊറ്റ ആളെ കൊണ്ട് നിർത്തുന്നത്. അതിനുള്ള പവർ ഈ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം എവിടെ കണ്ടു? എന്തിന്? ആ അമ്മയെ പോലും രക്ഷിച്ചിരിക്കുന്നത് ഈ ഭരതരാജ മന്നാറാണ് അല്ലേ? തീർച്ചയായിട്ടും അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ എന്താണെന്നറിയോ, ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് കാണുക, വേറെ കൂടുതലൊന്നും അതിനകത്ത് ചിന്തിക്കാൻ പാടില്ല. ചിന്തിച്ചാൽ പാടിയാ സംഭവം. നമ്മളിപ്പോൾ KGF അങ്ങനെ ചിന്തിച്ചാലും നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനുള്ള സീനുകളില്ലേ ഇതിലിപ്പോ? ഒരു 3 ഫൈറ്റ് സീന്, അത് 3 പറയാണ്ടിരിക്കാൻ പറ്റും, ഗംഭീരാണ്, ഒരു രക്ഷയില്ല, മാരക സീനുകളാണ്. പിന്നെ പ്രഭാസിന്റെ സ്വാഗ്, സ്റ്റൈല്, സ്ക്രീൻ പ്രസൻസിന്റെ ഒരു രക്ഷയില്ല. ഇത് പറഞ്ഞപ്പോൾ ഓർത്ത് വന്ന എന്താണെന്ന് പൃഥ്വിരാജിന്റെ കിട്ടില്ല 2-3 സീനുകളുണ്ട്. പക്ഷെ അത് നമുക്ക് അത് മാത്രം എടുത്തല്ലെങ്കിൽ അതിനെ ഒന്ന് സ്ലോ മോഷനിലൊക്കെ ഒന്ന് കാണിക്കാമായിരുന്നു തോന്നിപ്പോ. അത്ര ഗംഭീര സാധനമുണ്ട്. പക്ഷെ ലാസ്റ്റ് ടൈമിൽ മാത്രമാണ് ഒന്ന് ഇടയുന്നത്, ആ തോട്ടി ഒന്ന് ഇടയുന്നത് അപ്പോഴാണ്. പക്ഷെ അത് ഇങ്ങനെ ഒരു വെട്ടുന്നൊരു സീനുണ്ട്, അതാണെങ്കിൽ ഒരു പ്ലെയിൻ ഷോട്ടില് സംഭവം ഒരു സ്ലോ മോഷനോ ഒരു സ്വാഗോ ഒന്നും കൊടുക്കാതെ നിർത്തി ചെയ്തു. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ കുറെ ഈ ലോജിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് കാണുകയാണെങ്കിൽ കുഴപ്പമില്ല, എങ്കിലും പരിധിയില്ലടേ. ഇപ്പോ എന്താ KGF നമ്മൾ അങ്ങനെയുള്ള ലോജിക്കൊക്കെ ഒഴിവാക്കിയിട്ടില്ലേ? KGF 2 KGF പോട്ടെ, അതങ്ങനെ സംഭവം. KGF 2 അതിനേക്കാളും ലോജിക്കില്ലായ്മ പ്രശ്നമുണ്ട്. അപ്പോൾ കൂടുതലുണ്ടായിരുന്നു KGF 1 പക്ഷെ നമ്മളത് ഒരു പരിഗണന കൊടുത്തു ഇങ്ങനെയുള്ള സിനിമയിൽ. പരിഗണന വീണ്ടും പ്രശാന്തിന്റെ പ്രതീക്ഷിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അറിയിക്കുന്നില്ല, ഇനി അങ്ങനെ വിടാൻ പറ്റില്ല എല്ലാവർക്കും. അല്ല, ഇതിപ്പോ എനിക്ക് സെക്കൻഡ് ഹാഫ് ആട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫിനേക്കാളും കൂടുതൽ ഞാൻ പറയുമ്പോൾ എനിക്ക് സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫ് എനിക്ക് കൂടുതലും സെക്കൻഡ് ഹാഫാണ് ഇഷ്ടപ്പെടാത്തത്. കാരണം ഫുൾ ഡ്രാമയായിട്ട് മാത്രമല്ല, അത് നാടകം സെറ്റിട്ട് ഇങ്ങനെ ഓരോരുത്തരും. ഇപ്പോൾ കുറേ ഷോട്ടുകൾ, വളരെ മനോഹരമായിട്ടുള്ള ഷോട്ടുകൾ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അതൊന്നുമില്ല. അതായത് അഭിനയിക്കുന്നവർ ശരിക്കും ഡ്രാമാറ്റിക് അല്ലാതെ സാധാരണ പോലെ അഭിനയിക്കണം. ഇതിൽ എല്ലാവരും അത് തുടക്കം മുതലുള്ള നാടകീയത ഭയങ്കരമാണ്. ഈ പേടിക്കുന്ന സാധനം പറഞ്ഞില്ലേ, ഇങ്ങനെ ആ കഥാപാത്രത്തിനെ കാണുന്നതിന് മുൻപ് ഇങ്ങനെ പേടിക്കുന്ന ബിൽഡപ്പ് എടുക്കുന്നത്, അതല്ലാതെ എല്ലാവരും ഇങ്ങനെ എല്ലാവർക്കും ഒരു ഇത് എനിക്ക് തോന്നുന്നു ഇവർ ഈ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന പോലെയാണ്. അതാണ് ഇത് സ്ക്രീനിൽ കാണുന്നുള്ളതൊന്നും അറിയുന്നില്ല എന്ന് തോന്നുന്നു. ഓവർ എക്സ്പ്രഷൻ ഒക്കെയാണ് എനിക്ക് തോന്നിയത്. എന്താ അറിയോ,
അതായത് ഒന്നെങ്കിൽ ഇത് സോംബി സിനിമയാണെന്നുള്ളത് ഇവർ തെറ്റിദ്ധരിച്ചു കുറെ കഥാപാത്രങ്ങൾ ഇങ്ങനെ ഇല്ലേ. അത് കുറേ ഉണ്ട്. ഇപ്പൊ ഇത് തന്നെ അരോചകല്ലേ, അത് തന്നെ ആ അരോചകം എനിക്ക് ഫീൽ ചെയ്തു. ഇന്ന് എനിക്ക് എന്ത് കിട്ടിയാലും വിഷയമല്ല, ഞാൻ അത് വിളിച്ച് പറയും. പിന്നെ അതായത് പിന്നെ നാടകീയത, ഭയങ്കര നാടകീയത, പിന്നെ എല്ലാവരും ഭയങ്കര ശക്തരാണെന്ന് തോന്നിപ്പിക്കാൻ എന്ന് പറഞ്ഞു. അതൊക്കെ ഭയങ്കര എന്തിന് അതിൽ അഭിനയിക്കുന്ന ഇപ്പം ലേഡീസ് ആണെങ്കിൽ പോലും അവർക്ക് പോലും ഇങ്ങനത്തെ എക്സ്പ്രഷൻ ഒക്കെയാണ്. പിന്നെ എനിക്ക് നന്നായി ചെയ്തിരിക്കുന്നത് ആരൊക്കെ അറിയോ? ഒന്ന് നമ്മുടെ പ്രഭാസ് നന്നായി ചെയ്തിട്ടുണ്ട്, പൃഥ്വിരാജ് നന്നായി ചെയ്തിട്ടുണ്ട്, അതായത് കിട്ടിയ റോള്, പക്ഷെ ആൾക്ക് സ്പേസ് കിട്ടിയില്ല എന്നുള്ളത് സത്യം. പിന്നെ ബോബി സിൻഹ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആരാ നന്നായിട്ട് ചെയ്തത്? വേറെ മറ്റേ സൂപ്പർ ചെയ്ത ഒരാളുണ്ട്, ശ്രുതി ഹാസൻ. ഞാനത് പറയാൻ മിസ് കാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരെ പറ്റാതായത് ശ്രുതി ഹാസൻ കേട്ടോ. അതായത് മുഖത്ത് എന്തൊക്കെയാ വരുന്നത്, കരച്ചില് പോലും എന്താ കാണിക്കുന്നത് നമുക്ക് അറിഞ്ഞു. അത്രയ്ക്ക് മോശം എക്സ്പ്രഷനും കാര്യങ്ങളും വളരെ മോശമാണ്. അതായത് ശരിയായ രീതിയിൽ ഡയലോഗ് പറയാൻ പോലും പറ്റുന്നില്ല. ചുണ്ടിങ്ങനെ കൂടി പിടിച്ചിരിക്കുകയാണ്. സത്യം സംസാരിക്കുന്നത് പോലും അത് വാ തുറന്നിട്ടുള്ള സംസാരം ഇല്ലാണ്ട് ഇങ്ങനെ ഒതുക്കി പിടിച്ച് സംസാരിക്കുന്നത്, അതൊക്കെ ഭയങ്കര ബോറായിട്ട് നമുക്ക് തോന്നി കേട്ടോ. പിന്നെ BGM ആയാലും സോങ് ആയാലും പിന്നെ സീനുകളായാലും ഒക്കെ KGF തന്നെയാണ്. KGF അതായത് എന്താ ബലി കൊടുക്കുന്ന ലാസ്റ്റ് നമ്മുടെ എന്തായിരുന്നു നമ്മുടെ ഗരുഡൻ അല്ലേ, ഗരുഡനെ കൊല്ലുന്നത് പോലെ ഒരു എന്താ ഫൈറ്റ് സീനിൽ, ആ ഫൈറ്റ് സീൻ ഒരു രക്ഷയില്ല. പിന്നെ എന്താണ് അതിൽ അതുപോലത്തെ സീന്. അതായത് പ്രശാന്ത് നീലിന്റെ ചെയ്ത സിനിമകളിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഉഗ്രത്തിന്റെ ഉണ്ട്, കുറച്ച് ഉഗ്രത്തിന്റെ ഒരു സ്റ്റോറി പ്ലോട്ട് പോകുന്നത് തന്നെ ഉഗ്രത്തിന്റെ തുടക്കത്തിന്റെ രീതിയിൽ. അതെ. പിന്നെ അങ്ങോട്ട് KGF-ലേക്കാണ് മേക്ക് ചെയ്തേക്കുന്ന രീതിയാണെങ്കിലും എല്ലാം. പക്ഷെ നമ്മളിപ്പോഴും പറയുന്നത് കുറച്ച് ആ ഫൈറ്റ് സീനുകൾ, പിന്നെ ചില ഷോട്ടുകളൊക്കെ ഭീകര സാധനങ്ങളുണ്ട്. അതായത് നമ്മുടെ ട്രെയിലറിൽ കണ്ടില്ലേ, കയറി നിൽക്കുന്ന ആ ജീപ്പിന്റെ മുകളിലോട്ട് കയറി വരുന്നത്, അതൊരു ഗംഭീര ഷോട്ടാണ്. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിന് ശേഷം ഒരു ഇത് വരുന്നുണ്ട്, ഒരു ഫൈറ്റ് സീനിന്റെ തൊട്ട് മുന്നേ ഒരു നിഴലിലേക്ക് മാത്രം വരുന്ന ഒരു സാധനമുണ്ട്. അത് ഗംഭീര സൂപ്പർ ഷോട്ടാണ് അതൊക്കെ. പിന്നെ എന്താ പറയാ, ആ ഒരു ഫ്രെയിം തന്നെ ഭയങ്കര കേട്ടോ. ആ ഇന്റർവെല്ലിന്റെ തൊട്ട് മുന്നുള്ള ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ ഹെലികോപ്റ്റർ വരുന്നു, അതൊരു ഭീകര ഫ്രെയിമാണ്. അങ്ങനെ ചില ഫ്രെയിമുകളും ചില ഷോട്ടുകള്, പിന്നെ ഫൈറ്റ് സീനുകള്. പിന്നെ ഫസ്റ്റ് സോങ് അടിപൊളി കേട്ടോ. നമ്മള് അന്ന് ഫസ്റ്റ് സിംഗിൾ വന്ന് റിയാക്ട് ചെയ്ത സോങ്, പക്ഷെ അതും തന്നെ KGF-ന്റെ അതേ സാധനം. പിന്നെ അമ്മ പാസം ആ സംഭവം ഉണ്ട്. പിന്നെന്താ അതായത് എല്ലാ രീതികളും അതുപോലെ തന്നെ. അതായത് KGF കംപ്ലീറ്റ് അല്ലേ, അത് അതുപോലെ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുകയാണ്. പിന്നെ ആ ഒരു ഫയറിംഗ് സീനില്ലേ നമ്മുടെ സ്റ്റേഷൻ, അതുപോലത്തെ സാധനം ഇതില്, അതൊക്കെ എല്ലാം അതാ പറഞ്ഞ ഒട്ടുമിക്ക സംഭവങ്ങൾ KGF ആയിട്ട് ഇങ്ങോട്ട്. ഇത് ഇങ്ങനെയാണെങ്കിൽ പ്രശാന്ത് നീലിന്റെ 2, 3 അല്ലെങ്കിൽ ഒരു 4 ആൾക്കാർ കാണും, കണ്ടിരിക്കും. ഇത് അത് അങ്ങനെയാണല്ലോ മേക്ക് ചെയ്യുന്നത്. പിന്നീടും അത് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല. ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത് തോന്നുന്നു. അതായത് അത്ര സമയം എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, 1 വർഷത്തിലേറെ സമയം എടുത്തിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. ഇതിപ്പോ സെയിം അതിനകത്തു നിന്നുള്ള കുറെ സംഭവങ്ങൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര എല്ലാം ലാസ്റ്റ് നിർത്തുന്നത് എങ്ങനെ, അതും അങ്ങനെ. അതെ. ഇതിപ്പോ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ നമ്മൾ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടില്ല കേട്ടോ. സിനിമ ഫുള്ള് കണ്ടിട്ടല്ല നമ്മൾ. ആര് നിൽക്കുന്നത്, ആരും വെയിറ്റ് ചെയ്യുക രണ്ടാം ഭാഗത്തിന്? അല്ല, ഈ സിനിമ തന്നെ ഫുള്ളാക്കിയിട്ടില്ലല്ലോ. അപ്പം എന്തായാലും ചിലപ്പോ ഇത് ഫുള്ള് കാണുന്ന ഒരു ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവില്ല. അതല്ല, ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. ഇവര് ഒരുപാട് കഥ പറയുന്നുണ്ട്, കുറെ കഥാപാത്രങ്ങൾ, അവരെ കാര്യം. പൊന്നിയിൻ സെൽവൻ നമ്മൾ ഫസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് അതിന്റെ ക്യാരക്ടർ ആരൊക്കെയാണ്, എത്ര പേരുകളാണ്, ഒരു ഐഡിയ കിട്ടിയില്ലല്ലോ. അതേപോലെ തന്നെ കേട്ടോ, ഇതിൽ കുറെ പേരുകളൊക്കെ കുറെ പറയുന്നുണ്ട്. ഇത് ആരെ എന്താ നമുക്കൊരു ഐഡിയ കിട്ടൂല. പിന്നെ അത് ഫീലും ചെയ്യുന്നില്ല. പിന്നെ എൻ്റെ അമ്മേ, ഇത് ഏത് യൂണിവേഴ്സിൽ നിന്നാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഏത് കാലഘട്ടം 2010 ഇങ്ങനെ വർഷമൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. 75, 85, 56, 57 അങ്ങനെ എല്ലാം വരുന്നുണ്ട്. 2010, 17 വരെ കാണിക്കുന്നുണ്ട്. അതെ, വർഷങ്ങൾ എഴുതി കാണിക്കും. പക്ഷെ ഇത് എവിടെയാണ് ഇത് നടക്കുന്നത്? അല്ല, ഞാന് ഇനി അങ്ങനെ വല്ല സ്ഥലങ്ങളും ഉണ്ടോ 2017? അതെ, അങ്ങനെ ഒരു സാങ്കല്പികമായിട്ടുള്ള ലോകം അങ്ങനെ ഇത് ചെയ്തെന്നുള്ളൂ. പക്ഷെ എങ്കിലും അത് കൺവിൻസിങ് ആവണ്ടേ? സത്യമാണ്. എന്താണെങ്കിലും ഇതൊക്കെ പ്രശാന്ത് നീലിനെ കിട്ടണം, ഇതൊക്കെ ചോദിക്കണമെങ്കിൽ. അല്ലാണ്ട് ഇപ്പൊ അടുത്തത് വരെ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള സമയം കിട്ടൂല. എന്താണെങ്കിലും ആവറേജിനും താഴെയായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കിത് ഭയങ്കര ദേഷ്യം വന്ന സിനിമയാണ്.
വളരെ എനിക്ക് പിന്നെ ഞാൻ എന്താ പറയാ, ഞാൻ ആ ഒരു ഭാഗങ്ങളൊക്കെ അങ്ങ് എടുത്ത് മാറ്റി, അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഞങ്ങള് അതായത് എന്റെ ഇതേ അഭിപ്രായമുള്ളവർ കുറച്ചുണ്ടാവും. ഞങ്ങള് യൂട്യൂബിൽ നിന്ന് ആ സീന് മാത്രം കണ്ടോ, അത് മാത്രം 3 ഫൈറ്റ്, 3 ഫൈറ്റുകൾ, പിന്നെ ആ ഇന്റർവെൽ ബ്ലോക്കിലുള്ള ഷോട്ട്, അതൊക്കെ ഫൈറ്റ് പെടുന്നതാ. അത് ഫൈറ്റിലാണോ? ഫൈറ്റിന്റെ ലാസ്റ്റ് ആണ്, ശരി. അപ്പൊ അതൊക്കെ ഇരുന്ന് കണ്ടാൽ മതി. ഞാൻ എന്തായാലും കുറെ കാര്യങ്ങൾ അങ്ങ് ഒഴിവാക്കി വെച്ചിട്ട് ഞാൻ ഇരുന്ന് കണ്ടോളാം. എന്താണെങ്കിലും കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. വളരെ പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ നമ്മൾ സലാർ എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചായിരുന്നു. അതായത് പ്രശാന്ത് നീലുള്ള സിനിമ, പ്രഭാസും പൃഥ്വിരാജും ഇവർക്ക് കൊടുത്ത സംഭവങ്ങളൊക്കെ ഇവർ ഗംഭീരമാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മളൊന്നും കുറ്റം പറയുന്നതല്ല. പക്ഷെ പ്രശാന്ത് നീലിന്റെ ഡയറക്ഷനും സ്ക്രിപ്റ്റിന്റെയും കാര്യത്തിൽ വീക്കാണ്. എന്ത് BGM മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കേട്ട അതേ സാധനം തന്നെയാണ്. ഭയങ്കര വൈബ് കിട്ടുന്നൊക്കെ ഉണ്ട് ഫൈറ്റ് സീനുകളിലൊക്കെ. പക്ഷെ അത് നമുക്കിങ്ങനെ KGF തന്നെ ഫീൽ ചെയ്യുമ്പോഴേ അതിൽ വലിയ പ്രത്യേകതയൊന്നുമില്ലല്ലോ. പിന്നെ സോങ് കോപ്പി സെയിം KGF തന്നെ. പിന്നെ എന്താ സ്റ്റോറി പ്ലോട്ട്, പിന്നെ എന്താണ് സ്ക്രിപ്റ്റ്, ഡയലോഗ്, എൻ്റെ അമ്മച്ചി ഡയലോഗ് ക്രിഞ്ച് അടിച്ചിട്ട് പണ്ടാറടക്കി പോട്ടോ ചില സമയത്ത്. അല്ല, സെക്കൻഡ് ഹാഫിൽ അതൊരു കുറച്ച് ടൈം ഉണ്ട്. പോക്കിരാജന്റെ ഒരു സാധനം ഉണ്ട്. അതായത് മമ്മൂക്കയും പൃഥ്വിരാജും ഒരുമിച്ച് വരുമ്പോൾ അവിടെ ആ സ്റ്റാറുകളായി മാറുന്ന സാഹചര്യം ഉണ്ടല്ലോ. എന്നിട്ട് എനിക്കുണ്ടാ ഫാൻസ്, ആ ഒരു ടൈപ്പ് സാധനല്ലേ, അതൊക്കെ എന്ത് ബോറാണ്. അതൊക്കെ ഈ ഒരു സെറ്റപ്പിലേക്ക് വന്നപ്പോഴത്തേക്ക് അതും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പറയുമ്പോൾ നമുക്ക് ഇതെന്താ ഇപ്പൊ പൃഥ്വിരാജും പ്രഭാസുമായി മാറിയോന്ന്. അതായത് ദേവയും വരദരാജ മന്നാർ മാറിയിട്ട് പൃഥ്വിരാജും സ്റ്റാറുകളായി മാറി. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ലെ ഈ ഒരു കാറ്റഗറി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും സിനിമ. കാരണം നമ്മൾ ഇപ്പൊ തിയേറ്ററിൽ തന്നെ നമ്മൾ കണ്ടതാണ് റെസ്പോൺസ്, നമുക്ക് അറിയാലോ. ഭയങ്കരമായിട്ട് കൈയടിക്കുന്ന, ഭയങ്കര ആവേശത്തോടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ആ ഒരു രീതി. അവരൊന്നും ചിലപ്പോ ഈ ഒരു നമ്മൾ ചിന്തിക്കുന്ന പോലെ സിനിമയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല. ഞാൻ അവരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരുടെ അവസ്ഥ അല്ല, അവരെനിക്ക് തരുന്നത് അത് എന്തായാലും കിട്ടും. നല്ല കൺഗ്രാറ്റുലേഷൻസ്, ഐ ലവ് യു. അപ്പൊ എന്തായാലും നമുക്ക് പോവല്ലേ? പോവാ. റോക്കി ഭായ് സൂപ്പറായിട്ടുണ്ട്. അതായത് പ്രശാന്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്കൊരു യൂണിവേഴ്സ് അതിനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള. യൂണിവേഴ്സ് പോട്ടെ, വേറിട്ട രീതിയിലൊരു സ്ക്രിപ്റ്റ് ഒരുക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ട് എനിക്ക്. ശരിക്കും സത്യം പറയാം, ഇത് എന്താ പറയാ, അറ്റ്ലിന്റെ വേറൊരു വേർഷൻ. അതായത് സ്വന്തം സിനിമകളിൽ തന്നെ കുറെ സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്, അതെടുക്കാം, അതിനുള്ള അവകാശം ഉണ്ട് ആൾക്ക്. പക്ഷെ ഇത് ഇത്രയും കൂടുതലൊന്നും എടുക്കരുത്, കുറച്ചൊക്കെ എടുക്കാം. അറ്റ്ലിക്ക് ഇല്ലാത്ത ഒരു പ്രത്യേക പരിഗണന എന്താ പ്രശാന്തിനുണ്ട്? അല്ല, അറ്റ്ലി ഇപ്പൊ എത്രയോ സിനിമകളിൽ എടുത്തിട്ടുണ്ട്. ഒരു സിനിമയെ തന്നെ എല്ലാം കൂടി കൊണ്ടുവരുമ്പോഴാണ് ഈ പ്രശ്നം. സ്വന്തം KGF തന്നെ മൊത്തം എടുത്തു. ഈ ഒരുപാട് കൊണ്ടുവരരുത്. 1-2 സീനുകളൊക്കെ അങ്ങനത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. 3 സിനിമ ചെയ്തിട്ടുള്ള ആള്, 4 സിനിമ. അറ്റ്ലി അല്ലേ, ഞാൻ പറഞ്ഞത് പ്രശാന്ത് തന്നെയാണ്. 4 സിനിമ ചെയ്തിട്ടുള്ളൂ, അപ്പോഴേക്കും തീർന്നു എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തി. വെടിയും പുകയൊക്കെ കഴിഞ്ഞ ലക്ഷണമാണ് കേട്ടോ, സത്യം കേട്ടോ. നമുക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയത് സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ഫസ്റ്റ് ഹാഫിനെക്കാളും എൻഗേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ. ഇതിന്ന് അതൊന്നും പ്രതീക്ഷിക്കണ്ട, ഇന്ന് നീ വാങ്ങിച്ചു കൂട്ടും. സാരല്ല, അതിന് ഞാൻ വാങ്ങും, ഞാൻ വിളിച്ച് പറയും.